എല്ലാവരും കൂടി തറവാട്ട് കൂടാൻ വേണം. ഞങ്ങൾ ബീച്ച് പോകാൻ പ്ലാൻ. അത് ഞങ്ങൾ ടീം പെണ്ണുങ്ങളുള്ളി, നോ ആണുങ്ങൾ. ആദ്യം തന്നെ ഫണ്ട് കളക്ഷൻ, അത് ഞങ്ങൾ എല്ലാവരും പാടെ കട്ടുകിട്ടും. ഇമ്മച്ചനെ സേഫ് ആക്കും. ഇപ്പിച്ച പൈസ ഓളെ കൈ കൊടുക്കാത്തതിന്റെ പ്രശ്നമാണ് ഈ കാണുന്നത്. ഓളെ ബാഗിൽ വെച്ചിട്ട് ഓളെല്ലാം നോക്കി ചെലവാക്കിക്കോളാം. ബസ് 2:45 എല്ലാം മാടി തളിച്ചാണ് തുടങ്ങി ബസ് മിസ്സാവും. ഞങ്ങൾ കുറച്ച് നേരത്തെ നാടിലെത്തിയപ്പോൾ സഹോദരങ്ങൾ എടുത്ത് ചോക്കോബാർ നിന്നിരിക്കുന്നു. മതിയല്ലോ, കുറച്ച് നേരത്തെ തന്നെ പുറപ്പെട്ടോണ്ട് ഇഷ്ടയിലും വേഗത്തിൽ ഇവിടെ എത്തി. അധിക സമയം ഇവിടെ നിന്നാലും പ്രശ്നം. ബസ്സിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ്. ഇവിടുത്തൊന്നല്ല മുറിഞ്ഞത്, തെങ്ങ് പോയങ്ങിട്ട് പോകുന്നു. വെട്ടി വരുന്ന തെങ്ങിന് ഞാൻ ഈ തോളാണ് വെച്ചു. ഇനിയും ബസ് വരാൻ വയ്യ. ഇങ്ങനത്തെ കുറെ കഥകൾ നമ്മൾ ഇനിയും കേൾക്കേണ്ടി വരും. ഒരു 5 മിനിറ്റ് നേരത്തെ എറിഞ്ഞാലും പ്രശ്നമായി. ഇപ്പം മുടുക്കനായി. അപ്പുറത്തെ സൈഡിൽ ഇരിക്കാനുള്ള ഷെഡില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നത്. ഞങ്ങളെ കൂട്ടത്തിൽ ഒരു കാര്യഗൗരവമുള്ള സാർമന ബസ് വന്നാൽ നിർത്തിക്കാൻ വേണ്ടി അപ്പുറത്ത് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ നോക്കിയിരുന്ന സാറമ്മനോട് ബസ് നിർത്തിക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമുക്ക് ബസ് മിസ്സായി. ഞാനിലേക്ക് കാണാനും എക്സ്പെൻസ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് അണ്ടോണിന്ന് നേരിട്ട് കോഴിക്കോട് പോണ ബസ് നോക്കി ഓരോന്നും കിട്ടിയ സ്ഥലത്തൊക്കെ കയറിയിരുന്നു. ഈ കുരിപ്പിനെ കൊണ്ട് ഞാൻ തോറ്റിക്കണു. ഈ ബസ് ഫുള്ളി ഞങ്ങൾ ആൾക്കാർ തന്നെ ആയതുകൊണ്ട് ഈ നമ്മളെ വണ്ടിയാന്ന് ഓളെ വിചാരിച്ചു. നല്ല സുഖത്തിൽ കിടന്നൊക്കെ പോകുന്നുണ്ട്. ഫാമിലി സെറ്റപ്പ് ഒന്നും മൊത്തത്തിൽ ശരിയല്ല. എല്ലാം ഒന്നും നോക്കി ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പിന്നെ പറഞ്ഞുതരാം. ബസ് എടുക്കുന്ന കടുപ്പ് ഉണ്ടാല് ഞങ്ങൾക്ക് വേണ്ടി അടിച്ച പോലെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിലെത്തി. ഒരു ടീം പറഞ്ഞ ഓട്ടോ സ്റ്റാൻഡ് അങ്ങോട്ടാണ്, വേറെ ടീം പറഞ്ഞ ഇങ്ങോട്ടാണ്. അന്ന് അത് വലിച്ച് ഞാൻ ടൂരി എടുത്തു. അങ്ങനെ പിന്നെ ഓട്ടോ സ്റ്റാൻഡ് തൊട്ടുള്ള ഒരു യാത്ര. അല്ല, ഇത് ഓട്ടോ സ്റ്റാൻഡ് അല്ല, ആരോട് പറയാൻ, ആര് കേൾക്കാൻ, പിന്നെ എല്ലാം തിരിച്ചടിച്ചു. ഞാൻ അപ്പഴേ പറഞ്ഞതാ ഇനി വല്ല ഓട്ടോ സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോകണം ഞാനാ. അതിന്റെ ഇടയിൽ ഓരോന്നിന്റെ സംശയം, ഇതിൽ കയറാൻ പൈസ കൊടുക്കണോ. നേരെ അന്ത്യം എടുക്കുന്നെങ്കിലും ഇത് ബീച്ചിലെത്തി കിട്ടിയാൽ ഞാൻ എല്ലാത്തിനും വീതം വെച്ച് ഓരോന്ന് കയറ്റി. അത് അങ്ങനെ ലാസ്റ്റ് ഒന്ന് ബീച്ചിലെത്തി. ആദ്യം തന്നെ സർബത്ത് അങ്ങോട്ട് തുടങ്ങി. ഇതാണ് നമ്മളെ ഖജാൻജി. ഇനി നമ്മളെ പാക്കേജിൽ എന്തൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. ഐസ്ക്രീം വണ്ടികൾക്ക് ഐസ്ക്രീം വാങ്ങാം, പക്ഷേ ചൊരണ്ടേസ് ഉണ്ടാവും. ചൊരണ്ടേസ് വണ്ടികൾക്ക് ഐസ്ക്രീം ഉണ്ടാവില്ല. പിന്നെ ഓരോ കല്ലുമുക്കായ 2 കാടമുട്ട, ഒരു ഗ്ലാസ് ചായ ഇത് ഓരോരുത്തർക്ക്. പിന്നെ കോളിഫ്ലവർ പിന്നെ കിട്ടും പോലെ കൂട്ടിയാൽ മതി. പിന്നെ ഓരോ ഉപ്പിലിട്ട ഇത് ഓരോരുത്തർക്ക്. പിന്നെ രാത്രിത്തെ ഫുഡും. പിന്നെ ഞങ്ങൾ മേയാൻ പോയി. പിള്ളേരൊക്കെ പിന്നെ വിനോദത്തിൽ ഏർപ്പെട്ടു. ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ തൊട്ട് ചെറിയ പിള്ളേർ വരെ വെരി ടാലന്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഇത് മറ്റേ മീനും മീൻ പറ്റിയും. പിന്നെ ഇത് പറയുന്ന ഗോൾഡ് ഫിഷ്. പിന്നെ ഐഷ് ഉണ്ടാക്കുന്ന ഒരു അഡാർ ഐറ്റം കണ്ട് ആൾക്കാരൊക്കെ വന്ന് വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങി. അതിന്റെ ഫൈനലൊക്കെ നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു. ഇതുങ്ങളൊക്കെ കൊണ്ടുപോയി ബസ്സിൽ എങ്ങനെ പോവാന്നാ കൊല്ലായ അതുപോലെ ഇരിക്കേണ്ട മുതലായി എടുക്കുന്നത്. എല്ലാവരും എന്തെങ്കിലും അതിശയപ്പെട്ട് നോക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പൊ ഇതാണ് ആദ്യന്റെ മുതല. ഇത് കൂടി കഴിഞ്ഞ് ഉണങ്ങാൻ കിടക്കുന്ന ഐഷുന്റെ മത്സ്യകന്യക. ഏറ്റവും ഇഷ്ടപ്പെട്ട ആദുന്റെ സ്രാവ്. ആ സ്കൂളിൽ വലിച്ചിട്ട് ഇങ്ങനത്തെ മീനായിരുന്നു. രാത്രി തിരിച്ചോട്ട് കയറാൻ അയാന്നൊക്കെ പറഞ്ഞാലേ ഹലാക്കിന്റെ അകത്തൊരു മഴ കയറി നിൽക്കാനാണ് ഒരു സ്ഥലമില്ല. എല്ലാവരും ഈ ഒരു മരവും ലക്ഷ്യമിട്ട് ഒരു ഓട്ട. ഇതാണ് മരം ഒരു വരാന്ന് പണ്ടേ പറയും. പിന്നെ ബാക്കി മഴ നിന്നങ്ങുണ്ട്. അങ്ങനെ ലാസ്റ്റ് ദേവദൂതനെ പോലെ ഒരു കൈ ഷിട്ടുനെ കണ്ട് ഓട്ടോ നിർത്തി തന്നു. ഇന്നലെ ബീച്ചിലുള്ള ആൾക്ക് അറിയാൻ പറ്റും ഓട്ടോ കിട്ടാൻ പറ്റ പാട്. ഞാൻ തിരിച്ച് സ്റ്റാൻഡിൽ നിന്ന് പിന്നെയും ബീച്ചിലേക്ക് ഓട്ടോ വിളിച്ച് പോകാൻ നോക്കിയപ്പോ ഒറ്റൊരാൾ വന്നില്ല. അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്ത ചേട്ടനാണിത്. അങ്ങനെ കുളി വൽക്കലൊക്കെ ഇനി പുറേ പോയി കിടന്നാ മതി. എല്ലാത്തിനെയും പെറുക്കി കൂട്ടി ബസ് കയറി സീറ്റും പിടിച്ചു ഓരോ ടീമായിട്ട് ഇറങ്ങാൻ തുടങ്ങി. നമ്മൾ നമ്മുടെ നാട്ടിലെത്തി. ഷിട്ടു പഠിച്ചോനെ ഇപ്പോഴും പുരയിലെത്തിയില്ലേ. ഓക്കെ ബൈ.